ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കൊച്ചിൻ എയർപോർട്ടിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞങ്ങളിന്ന് കുറച്ച് പേര് ഈ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് ഹൈദരാബാദിന് ട്രിപ്പ് പോവുകയാണ്. ഒരു കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് പോകുന്നത്. ചേതൻ ഭഗത്തിൻ്റെ 2 സ്റ്റേറ്റ് നോവൽ പോലെ ഒരു 2 സ്റ്റേറ്റ് കല്യാണം. അതെന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയേ പറയാം. അതിന് മുമ്പായി നമുക്ക് ജാനിയോട് ചോദിച്ചാലോ ആരുടെ കല്യാണം കൂടാനാണ് പോകുന്നതെന്ന്. അപ്പുമാമൻ്റെ കല്യാണം കൂടാൻ പോവാണ്. ഞങ്ങളെല്ലാം സെറ്റാണ്. ഞങ്ങൾ അടുത്ത കുറച്ച് റിലേറ്റീവ്സ് മാത്രമേ പോകുന്നുള്ളൂ. നമ്മൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും വന്നു. നമ്മളെല്ലാവരും അകത്ത് കയറി. എല്ലാവരും ബോർഡിംഗ് പാസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാവരും ബാഗൊക്കെ ചെക്ക് ചെയ്യുകയാണ്. വെയിറ്റ് എല്ലാം ചെക്ക് ചെയ്ത് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി എല്ലാവരും ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്, ഓരോരുത്തരുടെ ടേൺ വരാൻ വേണ്ടിയിട്ട്. അവർ 1 by 1 അല്ലെങ്കിൽ ഒരു ഗ്യാങ് ആയിട്ടാണ് വിളിക്കുന്നത്. അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇതാണ് ജാനി പറഞ്ഞ അപ്പുമാമൻ്റെ കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഹൈദരാബാദ് പോകുന്നത്. അപ്പുമാമൻ മലയാളിയാണ്, പക്ഷേ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി ഹൈദരാബാദുകാരിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചേതൻ ഭഗത്തിൻ്റെ നോവൽ പോലെ 2 സ്റ്റേറ്റ് കല്യാണമാണെന്ന്. മലയാളി പയ്യന് ഹൈദരാബാദി പെൺകുട്ടി, അതാണ് ഈ കഥ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഹൈദരാബാദ് പോയി കല്യാണം കൂടിയിട്ട് വരാം. ജാനി ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പുമാമനെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. എല്ലാവരും അവരവരുടെ ലഗേജ് എടുത്ത് വയ്ക്കുന്ന തിരക്കിലാണ്. എല്ലാവർക്കും ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. എല്ലാവരുടെയും ലഗേജും വെയിറ്റും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്ത് അവർ ലഗേജ് എല്ലാം അയച്ചു. നമ്മളെല്ലാവരും ബോർഡിംഗ് പാസ്സും മേടിച്ച് ഫ്ലൈറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാനിയും നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ഫ്ലൈറ്റിൽ കയറി ഓരോരുത്തരും അവരവരുടെ സീറ്റ് നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളും നമ്മുടെ സീറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സീറ്റ് വന്നിട്ട് 23 ഇയും എഫും ആണ്. അപ്പം ഇതിപ്പം 9 ആയിട്ടുള്ളൂ. നമ്മുടെ സീറ്റ് ബാക്കിലാണ് വരുന്നത്. നമ്മൾ നമ്മുടെ സീറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജാനിക്കുട്ടി വെറുതെ ഫോൺ നോക്കി ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സീറ്റിലെത്തി. നമ്മൾ സീറ്റിലിരുന്നു. ഇനി നമുക്ക് ഹൈദരാബാദ് വെച്ച് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.